everyone. സോ നിങ്ങൾ USS എക്സാമിനൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അല്ലേ? എക്സാമൊക്കെ ഇപ്പോൾ അടുത്തു. ആൻഡ് നിങ്ങളുടെ ഓരോ പ്രിപ്പറേഷനിലും ഷുവർ ക്വസ്റ്റ്യൻസും അതുപോലെ ലൈവ് ക്ലാസ്സസൊക്കെ ആയിട്ട് നമ്മളുണ്ടാവും നിങ്ങളുടെ കൂടെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു മാത്സിലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്പർ പാറ്റേൺസ് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരാറുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക, ആ ക്വസ്റ്റ്യൻസിലുള്ള ലോജിക്ക് എന്താണ് എന്നൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും അവസാനം വരെ കാണാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if n is a natural number, which among the following is always an even number? n ഒരു നമ്പർ ഈവൺ ആയിക്കോട്ടെ ഓഡ് ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആവും, അതൊരു നാച്ചുറൽ നമ്പറാണ് എങ്കിൽ ഈ താഴെ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷനിൽ ഏതാണ് ഈവൺ നമ്പർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഏതായിരിക്കും ഈവൺ നമ്പർ? n ഓഡ് ആവാം, ഈവൺ ആവാം അല്ലേ? n ഓഡ് ആവാം, ഈവൺ ആവാം. സോ n ഓഡ് ആണെങ്കിൽ n+1 എന്ന് പറയുന്നത് ഈവൺ ആയിരിക്കും. പക്ഷേ n ഈവൺ ആണെങ്കിലോ? ഈവൺ ആണെങ്കിൽ n+1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈവൺ കഴിഞ്ഞാൽ തൊട്ടടുത്ത നമ്പർ ഏതായിരിക്കും? ഓഡ് ആയിരിക്കും. സോ n+1 എന്ന് പറയുന്നത് ഓഡ് ആയിരിക്കും. അപ്പോൾ ഓൾവേസ് ഈവൺ നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട്, ഓൾവേസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് അതിൻ്റെ ആൻസർ അല്ല. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാൽ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഈവൺ നമ്പറാണ് കിട്ടുക. ഓക്കെ, സോ ഇവിടെ 2n എന്ന് പറഞ്ഞാൽ അതൊരു ഈവൺ നമ്പറാണ്. പക്ഷേ ഓപ്ഷനിൽ നോക്കുമ്പോൾ ഏതെങ്കിലും 2n എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? 2n എന്നുള്ള ഓപ്ഷൻ ഇല്ല. സോ ഇവിടെ നമുക്കുള്ളത് 2n+1ഉം 2n+2നുമാണ്. 2n ഒരു ഈവൺ നമ്പർ ആണെങ്കിൽ അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ നമുക്ക് അതിൻ്റെ തൊട്ടടുത്ത നമ്പറാണ് കിട്ടുക. തൊട്ടടുത്ത നമ്പർ എന്താണ്? ഓഡാണ്. സോ 2n+1 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിരിക്കും. ഇനി അടുത്തത് 2n+2 എന്ന് പറയുന്നതോ? 2n+1 ഓഡാണെങ്കിൽ 2n+2 എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആയിരിക്കും. സോ ഇത് എപ്പോഴും ഈവൺ നമ്പർ ആയിരിക്കും. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ഒരു നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഈവൺ നമ്പർ ആയിരിക്കും. ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ n ഓഡ് നമ്പർ ആണെന്ന് തന്നിട്ടുണ്ട്. n ഓഡ് നമ്പർ ആണെങ്കിൽ താഴെ കൊടുത്തതിൽ ഏതാണ് ഓഡ് നമ്പർ? സോ n ഓഡ് നമ്പർ ആണെങ്കിൽ, അല്ലെങ്കിൽ n ഈവണോ ഓഡോ എന്താണെങ്കിലും n-ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? ഇറ്റ്സ് എൻ ഈവൺ നമ്പർ. സോ ഈ ഫസ്റ്റ് വൺ എന്താണ്? ഈവൺ നമ്പർ ആണ്. പക്ഷെ ഓഡ് നമ്പർ ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. റൈറ്റ്? സോ ഇത് ഓഡ് നമ്പർ അല്ല, ഓപ്ഷൻ എ അല്ല. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. 3n, നമ്മൾ ഒരു ഓഡ് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുത്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ n 3 ആണെന്ന് വിചാരിക്കാം. ഒരു ഓഡ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ n 3 ആണെന്ന് വിചാരിക്കാം. സോ വാട്ട് ഈസ് 3 ഇൻറ്റു n? ദാറ്റ് ഈസ് 3 ഇൻറ്റു 3, 9 എന്ന് വരും അല്ലേ? അപ്പോൾ 3ൻ്റെ കൂടെ, നമ്മുടെ ഓഡ് നമ്പറിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓഡ് നമ്പറാണ് ആൻസർ കിട്ടുക. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓഡ് നമ്പറിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് എ ഓഡ് നമ്പർ. സോ 3n എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഡ് നമ്പറാണ്. അപ്പോൾ 3n - 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3n ഓഡ് ആണെങ്കിൽ 3n - 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള നമ്പറാണ് അല്ലേ? 3n എന്ന് പറയുന്നത് ഓഡ് നമ്പറാണ്. റൈറ്റ്? സോ 3n - 1 എന്ന് പറയുമ്പോൾ ഈവൺ നമ്പർ ആയിരിക്കും. 3n+1 എന്ന് പറയുമ്പോഴും ഈവൺ നമ്പർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ n 3 എടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് 9. അപ്പോൾ 9 - 1 8, 9+1 10. റൈറ്റ്? അപ്പോൾ എന്താണ്? ഇതും എന്താണ്? ഈവൺ നമ്പേഴ്സാണ്. റൈറ്റ്? ഇത് ഓഡ് നമ്പറാണ്. അപ്പോൾ 3n എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. സോ 3n - 1 ഈവൺ ആയിരിക്കും, 3n+1ഉം ഈവൺ ആയിരിക്കും. സോ ഇതും ഈവൺ ആണ്, ഇതും ഈവൺ ആണ്, ഇതും ഈവൺ ആണ്. ആൻഡ് ഓൺലി ദിസ് ഈസ് ഓഡ്. അത് 3n - 2 ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെയാണ് വരിക. റൈറ്റ്? ദാറ്റ് ഈസ് ഓഡ് നമ്പർ. സോ എന്തായിരിക്കും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ n 3 എന്ന് എടുക്കുകയാണെങ്കിൽ
3n - 2 എന്നുള്ളത് 7 ആയിരിക്കും. സോ ഇറ്റ്സ് എ ഓഡ് നമ്പർ. അപ്പോൾ നിങ്ങൾ ഇത്രയും കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നിന് നിങ്ങൾക്ക് എന്തെങ്കിലും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, n ഒരു ഓഡ് നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിന് നമുക്ക് ഒരു ഓഡ് നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓപ്ഷൻ എ ചെക്ക് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ എ എന്താണ്? 2n, അതായത് 2 × 1. സോ അത് ഈവൺ നമ്പർ ആണ്. ഇനി ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാം. 3n - 1. സോ ദാറ്റ് ഈസ് 3 × 1 - 1. 3 × 1 എന്ന് പറയുമ്പോൾ 3 ആണ്. 3 - 1 2. അപ്പോൾ അതും എന്താണ്? ഈവൺ നമ്പർ ആണ്. ഇനി മൂന്നാമത്തെ സി ഓപ്ഷൻ നോക്കാം. 3n + 1. ദാറ്റ് ഈസ് 3 × 1 + 1. 3 + 1 4. അപ്പോൾ അതും എന്താണ്? ഈവൺ നമ്പർ ആണ്. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ, റൈറ്റ്? 3n - 2. ദാറ്റ് ഈസ് 3 × 1 - 2. 3 - 2 1. റൈറ്റ്? സോ ഇതെന്താണ്? ഇത് ഓഡ് നമ്പർ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ. സോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ, ഇപ്പോൾ n വെച്ചിട്ടൊക്കെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈസി ആയിട്ട് എന്നിന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ആൻസർ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഡിജിറ്റ് ഓഫ് 4^2021? അപ്പോൾ ഇവിടെ എക്സ്പൊണന്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു നമ്പർ ആണ് അല്ലേ? 4^2021. അപ്പോൾ ഈ 4^2021 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്താണ് എന്നാണ് ചോദ്യം. എന്തായിരിക്കും യൂണിറ്റ് പ്ലേസ്? പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. എങ്ങനെയാ? വാട്ട് ഈസ് 4^1? 4 ആണ് അല്ലേ? വാട്ട് ഈസ് 4^2? 16 ആണ്. വാട്ട് ഈസ് 4^3? 4 × 4 × 4 അല്ലേ? അപ്പോൾ എന്താ വരിക നമുക്ക്? 64. വാട്ട് ഈസ് 4^4? ഇറ്റ് ഈസ് 256. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? 4ൻ്റെ പവർ 1 ആണെങ്കിൽ, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആണെങ്കിൽ, നമ്മുടെ യൂണിറ്റ് പ്ലേസിൽ എന്താ ഉള്ളത്? 4 ആണ് അല്ലേ? അതായത് ഇത് ഓഡ് നമ്പർ ആണെങ്കിൽ, എക്സ്പൊണന്റ് ഓഡ് നമ്പർ ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ എന്താ വരുന്നത്? യൂണിറ്റ് പ്ലേസിൽ 4 ആണ് വരുന്നത്. എക്സ്പൊണന്റ് ഈവൺ നമ്പർ ആണെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ എന്താ വരുന്നത്? 6 ആണ് വരുന്നത്. റൈറ്റ്? ഈ ഒരു പാറ്റേൺ ആണ് 4ൻ്റെ ഏത് പവർ ഇട്ടാലും ഫോളോ ചെയ്യുന്നത്. സോ 4^2021 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് ഈ എക്സ്പൊണൻറ്റിനെയാണ്. ഓക്കെ, ഇതെന്താണ്? ഇത് ഓഡാണ്, ഓഡ് നമ്പറാണ്. സോ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്തായിരിക്കും? യൂണിറ്റ് പ്ലേസ് 4 ആയിരിക്കും. റൈറ്റ്? സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. ക്ലിയർ? നെക്സ്റ്റ് വൺ. ഓക്കെ, if the difference of a 3-digit numbers and its reverse is 396, then what is the difference of the numbers in the hundreds place and ones place? Okay, so question മനസ്സിലായില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ? നമുക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇഫ് ഡിഫറൻസ് ഓഫ് എ 3-digit നമ്പർ, 3-digit നമ്പറാണ്. അപ്പോൾ ഞാൻ ഇതാണ് എൻ്റെ നമ്പർ. നമ്പർ ഏതാണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ വേരിയബിൾസ് യൂസ് ചെയ്യാണ് കേട്ടോ. എ ബി സി. എ ഏതാണെന്ന് എനിക്കറിയില്ല, ബി ഏതാണെന്ന് എനിക്കറിയില്ല, സി ഏതാണെന്ന് അറിയില്ല. സോ എ ബി സി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ തിരിച്ചിടുകയാണ്. റിവേഴ്സ്. റിവേഴ്സ് എന്താണ് ഇതിൻ്റെ? സി ബി എ. ഓക്കെ, അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദി ഹൺഡ്രഡ്സ് പ്ലേസ് ആൻഡ് വൺസ് പ്ലേസ്? സോ ഹൺഡ്രഡ്സ് പ്ലേസിൽ ഏതാണ്? ഇതാണ് ഹൺഡ്രഡ്സ് പ്ലേസിൽ. വൺസ് പ്ലേസിൽ ഏതാണ്? ഇതാണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? എ മൈനസ് സി എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് എ മൈനസ് സി? ഓക്കെ, സോ ഇവിടെ തന്നിട്ടുണ്ട് എ ബി സി എന്നുള്ള നമ്പർ. എ ബി സി എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ് വരിക? എ എന്ന് പറയുന്നത് ഹൺഡ്രഡ്സ് പ്ലേസ് ആണ്, ഹൺഡ്രഡ്സ് പ്ലേസ് ആണ്. ഇത് ടെൻസ് പ്ലേസ് ആണ്, ഇത് വൺസ് പ്ലേസ് ആണ് അല്ലേ? മറ്റേ നമ്പറോ? സി ബി സി എന്ന് പറയുമ്പോൾ ഇത് ഹൺഡ്രഡ്സ് പ്ലേസ് ആണ്, ഇത് ടെൻസ് പ്ലേസ് ആണ്, ഇത് വൺസ് പ്ലേസ് ആണ്. റൈറ്റ്? സോറി, സി ബി എ. ഓക്കെ, സോ ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 100A +
10b പ്ലസ് സി. ഇനി അടുത്ത റിവേഴ്സ് ചെയ്ത നമ്പറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 100c പ്ലസ് 10b പ്ലസ് എ. റൈറ്റ്? ഇനി ഈ നമ്പറും കൂടി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 396 കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. സോ 100a മൈനസ് എ, 100a മൈനസ് എ. റൈറ്റ്? 10b ക്യാൻസൽ ചെയ്ത് പോവും. 10b മൈനസ് 10b പറയുമ്പോൾ ക്യാൻസൽ ആവും. അതുപോലെ c മൈനസ് 100c എന്ന് പറയുമ്പോൾ എന്ത് വരും? c മൈനസ് 100c. ദിസ് ഈസ് ഈക്വൽ ടു 396. റൈറ്റ്? അപ്പോൾ 100a മൈനസ് എ എന്ന് പറയുമ്പോൾ 99a എന്ന് വരും. c മൈനസ് 100c എന്ന് പറയുമ്പോൾ മൈനസ് 99c എന്ന് വരും. റൈറ്റ്? സോ ദിസ് ഈസ് ഈക്വൽ ടു 396. അതിന് നമുക്കിവിടെ 99 കോമൺ ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ 99 പുറത്തേക്ക് എടുത്താൽ a മൈനസ് c എന്ന് വരും. ദാറ്റ് ഈസ് 396. സോ വാട്ട് ഈസ് a മൈനസ് c? 396 ഡിവൈഡഡ് ബൈ 99. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്കിവിടെ a മൈനസ് സി എന്നുള്ളത് 4 എന്ന് കിട്ടി. ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് പോയേ. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? a മൈനസ് സി ആണ് അല്ലേ? സോ a മൈനസ് സി നമുക്ക് എന്താ കിട്ടിയത്? 4 ആണ് കിട്ടിയത്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദി hundreds place and ones place is 4. So the answer is option B. ക്ലിയർ ആണോ? ഒന്നുകൂടെ നോക്കുക. നമ്മൾ നമ്പറിന് നമ്മൾ എന്ത് എഴുതി? ABC എന്ന് എഴുതി, അതിൻ്റെ റിവേഴ്സും എഴുതി, CBA എന്ന് എഴുതി. ഇനി അതിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ എഴുതണം. 100a പ്ലസ് 10b പ്ലസ് സി എന്നായിരിക്കും അതിൻ്റെ വാല്യൂ. 100c പ്ലസ് 10b പ്ലസ് എ എന്നായിരിക്കും രണ്ടാമത്തെ നമ്പറിൻ്റെ വാല്യൂ. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 99a മൈനസ് 99c എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 396 ആണ്. സോ a മൈനസ് സി എന്ന് പറയുന്നത് എന്താണ്? 396 ഡിവൈഡഡ് ബൈ 99. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട a മൈനസ് സി നമുക്ക് ആൻസർ ആയിട്ട് കിട്ടി. റൈറ്റ്? ഓക്കെ. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to 10 എന്ന് പറയുന്നത് 55 ആണെന്ന് തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 31 to 40? അപ്പോൾ ഇത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് മാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 1 തൊട്ട് 10 വരെയുള്ള നമ്പറിൻ്റെ സം 55 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി ഈ 31 to 40 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്? സോ 1ൽ നിന്ന് 31ലേക്ക് എത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 30 ആഡ് ചെയ്യണം. അങ്ങനെ ഈ ഓരോ നമ്പറിലേക്കും, അതായത് ഇപ്പോൾ 1 2 3 4 അങ്ങനെ പോയി 10 വരെയുള്ള നമ്പേഴ്സ് ആണ് അല്ലേ? സോ 1ൽ നിന്ന് 31 എത്താൻ 30 ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 31 കിട്ടും. 2ൽ നിന്ന് 32 എത്താൻ 30 ആഡ് ചെയ്യണം. അപ്പോൾ 32 കിട്ടും. അങ്ങനെ നമ്മൾ 30 ആഡ് ചെയ്താണ് നമുക്ക് എന്ത് എഴുതുന്നത്? ഈ നമ്പർ കിട്ടുന്നത്. അപ്പോൾ എത്ര 30 ആഡ് ചെയ്യണം ഇവിടെ? 10 30 ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ സമ്മ് 55 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ 55ൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 10 30 ആഡ് ചെയ്യണം. റൈറ്റ്? സോ ദാറ്റ് ഈസ് 355 എന്നായിരിക്കും ഇതിൻ്റെ സമ്മ് വരിക. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ക്ലിയർ? അപ്പോൾ നമുക്ക് അടുത്ത ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. അതുകൂടി നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ. സോ ഇവിടെ നോക്കുക. ഇവിടെ നമുക്ക് 121 തൊട്ട് 150 വരെയുള്ള നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ എത്ര നമ്പേഴ്സാണ് ഉള്ളത്? 121 തൊട്ട് 150 വരെ എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സാണ് ഉള്ളത്? എത്ര നമ്പേഴ്സാ? 30 നമ്പേഴ്സ് ആണ് അല്ലേ? 30 നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. 30 നമ്പേഴ്സ്. ഇതിൻ്റെ സം എന്താ തന്നിട്ടുള്ളത്? 4065 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത നമ്പർ 1021 എന്ന് പറയുമ്പോൾ 1021 തൊട്ട് 1050 വരെയുള്ളതിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. സോ ഇതിൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സാണ് ഉള്ളത്? ഇവിടെയും 30 നമ്പേഴ്സാണ് ഉള്ളത്. റൈറ്റ്? ഇനി 121ൽ നിന്ന് 1021 എത്താൻ നമ്മൾ എത്ര ആഡ് ചെയ്യണം? 900 ആഡ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഓരോ നമ്പേഴ്സിൻ്റെ കൂടി 900 ആഡ് ചെയ്താണ് നമ്മൾ വരുന്നത് അല്ലേ? അപ്പം 30 നമ്പേഴ്സിൻ്റെ കൂടി 900 ആഡ് ചെയ്യണം. വിച്ച് മീൻസ് ഇതിൻ്റെ സമ്മ് 4065 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 30 പ്രാവശ്യം നമ്മൾ 900 ആഡ് ചെയ്യണം.
right? So that is 4065 plus 9 into 3, 27. So 27,000. അപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 27,000 plus 4065. So 56031,065 ആണ് ഇതിൻ്റെ സമ്മ് വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പം നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ഈ നമ്പറും എത്ര നമ്പേഴ്സ് ഉണ്ട്? 30 നമ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ ഇവിടെ? നമുക്ക് 1021 തൊട്ട് 1050 വരെ കണ്ടുപിടിക്കണം. അതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെയും നമുക്ക് 30 നമ്പേഴ്സ് തന്നെയാണ് ഉള്ളത്, റൈറ്റ്? 30 നമ്പേഴ്സ് തന്നെയാണ് ഉള്ളത്. ആൻഡ് ഈ ഓരോ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 900 ആണ്, റൈറ്റ്? അപ്പോൾ ഈ സമ്മിൻ്റെ കൂടെ നമ്മളൊരു 900, 30 വട്ടം 900 ആഡ് ചെയ്താൽ നമ്മുടെ ആൻസറായി. അതാണ് നമ്മളിവിടെ ചെയ്തത്. 4065ൻ്റെ കൂടെ 30 പ്രാവശ്യം 900 ആഡ് ചെയ്തു. ആൻഡ് വി ഗോട്ട് ദി ആൻസർ ആസ് 31,065. ക്ലിയർ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിജിറ്റ് അറ്റ് ദ യൂണിറ്റ് പ്ലേസ് ഓഫ് റൂട്ട് കെ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ റൂട്ട് കെൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്താണ് വന്നത്? 9 ആണ് വന്നത്. ഏതാണ് നമ്പർ എന്നറിയില്ല, 9 വന്നു. യൂണിറ്റ് പ്ലേസ് ആണിത്. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ റൂട്ട് 4Kൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്താണ് വരിക? റൂട്ട് 4K എന്ന് പറഞ്ഞാൽ എന്താ? 2 റൂട്ട് കെ ആണ്, അല്ലേ? അതായത് 2 ഇൻറ്റു റൂട്ട് കെ. അപ്പോൾ റൂട്ട് കെൻ്റെ യൂണിറ്റ് പ്ലേസിൽ 9 ആണ് വന്നത്. അപ്പോൾ 2 ഇൻറ്റു റൂട്ട് കെ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 9, അതായത് 18. അപ്പോൾ യൂണിറ്റ് പ്ലേസിൽ എന്താ വരിക? 8 ആയിരിക്കും യൂണിറ്റ് പ്ലേസിൽ വരിക, അല്ലേ? സോ ഓപ്ഷൻ സി ഈസ് ദി ആൻസർ. നെക്സ്റ്റ് വൺ, 2, 4, 8, 16 എന്ന് പറയുന്നത് പവേഴ്സ് ഓഫ് 2 ആണ്, അല്ലേ? വാട്ട് ഈസ് ദ ഡിജിറ്റ് അറ്റ് ദ യൂണിറ്റ് പ്ലേസ് ഇൻ ദ സം ഓഫ് ഫസ്റ്റ് 100 പവേഴ്സ് ഓഫ് 2? അപ്പോൾ ഇതിൻ്റെ ആൻസർ മാം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ആൻസർ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.